ഓക്കെ, അപ്പോൾ അക്കൗണ്ടൻസി എക്സാം ആണ്. ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ ഉണ്ട് മക്കളെ, 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ ഫുൾ 3 ബോർഡിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ആരും ക്വസ്റ്റ്യൻ കോപ്പി ചെയ്ത് സമയം കളയേണ്ട. 3 ക്വസ്റ്റ്യനും എക്സാം കഴിയുന്നവരെ ഇതാ ബോർഡിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, മാർക്കൊക്കെ നോക്കുക, ആൻസർ ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻസ് വായിച്ചു തരാം. ഫസ്റ്റ് വൺ ഇതാണ്, റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ജേർണൽ ആൻഡ് ലെഡ്ജർ. ജേർണലിന്റെയും ലെഡ്ജറിന്റെയും ഏതെങ്കിലും 3 ഡിഫറൻസ് എഴുതുക. സെക്കൻഡ് വൺ ഇതാണ്, ജേർണലൈസ് ദി ഫോളോയിങ് ആൻഡ് പ്രിപ്പയർ ക്യാഷ് ലെഡ്ജർ ആണ് കേട്ടോ. താഴെ തന്നിരിക്കുന്ന ഐറ്റംസ് എന്ത് ചെയ്യുക, ഫസ്റ്റ് ജേർണൽ എൻട്രി എഴുതുക കേട്ടോ. എല്ലാ ഐറ്റത്തിനും എൻട്രി എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് മാത്രം മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട. ക്യാഷ് ലെഡ്ജർ, അതായത് ക്യാഷ് അക്കൗണ്ട് മാത്രം മതി കേട്ടോ. അത് എൻട്രി എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യണം, ക്യാഷിന്റെ അക്കൗണ്ട് മാത്രം വരക്കുക. തേർഡ് വൺ എന്താണ്, അക്കൗണ്ട് ഇക്വേഷൻ ആണ് കേട്ടോ. 4 ട്രാൻസാക്ഷൻ ഉണ്ട്, അതിന്റെ എന്ത് ചെയ്യുക, അക്കൗണ്ട് ഇക്വേഷൻ എഴുതുക. 6 മാർക്ക് 6 മാർക്ക് 3 മാർക്ക് 15 മാർക്കാണ് കേട്ടോ. 15 മിനിറ്റ് സമയമുണ്ട്, വേഗം വായിച്ചു നോക്കുക, ആൻസർ ചെയ്ത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. എന്ന് പറയാം അല്ലേ. ഓക്കെ മക്കളെ, തിരിച്ചു വന്നോളൂ, വീഡിയോ ഓൺ ചെയ്തോളൂ. റീചെക്കിംഗ് ടൈം ആണ്. വീഡിയോ ഓഫ് ആണെങ്കിൽ 0 മാർക്ക് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും പ്രോപ്പർ വീഡിയോ ചെയ്യാം കേട്ടോ. പാരൻസ് ശ്രദ്ധിക്കുക. അപ്പൊ ആൻസർ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. അത് ജേർണലും ലെഡ്ജറും തമ്മിലുള്ള ഇനി 3 ഡിഫറൻസ് എഴുതുക. ഇവിടെ ഒരു 4 ഡിഫറൻസ് ആകുന്നുണ്ട് കേട്ടോ. ജേർണൽ ഇസ് എ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി, ലെഡ്ജേഴ്സ് സെക്കൻഡറി ബുക്ക് ഓഫ് അക്കൗണ്ടിങ്. അതൊരു പോയിന്റ് ആണ്, ഉണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം. 2 സൈഡ് വേണം കേട്ടോ. സെക്കൻഡ് വൺ, ജേർണലൈസിങ് പ്രോസസ് ഓഫ് ജേർണൽ എൻട്രി ഈസ് കോൾഡ് ജേർണലൈസിങ്. ലെഡ്ജർ ആണെങ്കിൽ പോസ്റ്റിംഗ് എന്ന് പറയും കേട്ടോ. അതൊരു പോയിന്റ് ആണ്, അതുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം. പിന്നെ ഓർഡർ, ക്രോണോളജിക്കൽ ഓർഡർ, പിന്നെ അനലിറ്റിക്കൽ ഓർഡർ, അതൊരു പോയിന്റ് ആണ്, 1 മാർക്ക് കൊടുക്കാം. പിന്നെ ജേർണൽ ബാലൻസ് ചെയ്യാറില്ല, ലെഡ്ജർ ബാലൻസ് ചെയ്യും, അങ്ങനെ ഒരു പോയിന്റ് അതിന് 1 മാർക്ക് കൊടുക്കാം കേട്ടോ. ഇവിടെ ഏതെങ്കിലും 3 പോയിന്റ് കേട്ടോ, 4 പോയിന്റ് പറയുന്നുണ്ട്. ഏതെങ്കിലും 3 പോയിന്റിന് ഓരോ മാർക്ക് വീതം 3 മാർക്ക് കേട്ടോ. 4 പോയിന്റ് കാണിക്കുന്നുണ്ട്, ഏതെങ്കിലും 3 പോയിന്റ് മതി കേട്ടോ. 3 മാർക്കാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോകാം. അവിടെ നമ്മൾ എന്ത് ചെയ്യാന്ന് പറയാം, ഫസ്റ്റ് ജേർണൽ എൻട്രി ഇതാ കേട്ടോ. ജേർണൽ എൻട്രി പിന്നീടാണ് ക്യാഷ് അക്കൗണ്ട്. ജേർണൽ എൻട്രി നമ്മൾ ഫസ്റ്റ് എൻട്രി ഇതാണ്, ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ 50,000, 1 മാർക്ക് കൊടുത്തു കേട്ടോ. സെക്കൻഡ് എൻട്രി ഇതാണ്, പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് എന്നുണ്ടെങ്കിൽ അവിടെയും 1 മാർക്ക്. തേർഡ് എൻട്രി മനു അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് ഉണ്ടെങ്കിൽ അവിടെ 1 മാർക്ക്, 6,000 ആണ് എമൗണ്ട്. ഫോർത്ത് എൻട്രി അഖിൽ അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് ഉണ്ടെങ്കിൽ അവിടെ 1 മാർക്ക്. 5ാമത്തെ എൻട്രി സാലറി അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് 6,000, അതിന് 1 മാർക്ക്. ലാസ്റ്റ് എൻട്രി ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു കമ്മീഷൻ 1000 ഉണ്ടെങ്കിൽ അവിടെയും 1 മാർക്ക് കേട്ടോ. ഓക്കെ, അങ്ങനെ 3 മാർക്കായിട്ട് 1 മാർക്ക് 3 മാർക്കായി. ഇനി അതിന്റെ ലെഡ്ജർ കാണിക്കാൻ പോവാണേ. ലെഡ്ജറിന് 3 മാർക്കാണ് കേട്ടോ. അവിടെ ഓരോ ഐറ്റം 1 മാർക്ക് ചോർത്തോട്ടെ. ക്യാപിറ്റൽ ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ 50,000 ഉണ്ടെങ്കിൽ 1 മാർക്ക്. പിന്നെ തൊട്ട് താഴെ ടു കമ്മീഷൻ എഴുതാം 1000, 1 മാർക്ക്. ഡെബിറ്റ് സൈഡിലാണെങ്കിൽ അവിടെ ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസ് 25,000 ഉണ്ടെങ്കിൽ 1 മാർക്ക്. മനു 6,000 ഉണ്ടെങ്കിൽ 1 മാർക്ക്. പക്ഷെ ബാലൻസ് 20,000 1 മാർക്കാണ് കേട്ടോ, 1 മാർക്ക്. അങ്ങനെ എൻട്രിക്ക് 3 മാർക്ക് കേട്ടോ, ഇവിടെ 3 മാർക്ക്. ക്യാഷ് അക്കൗണ്ടിൽ നോക്കേണ്ടത് ഡെബിറ്റ് സൈഡിൽ 2 ഐറ്റം 1 മാർക്ക് വീതം 1 മാർക്ക്. ക്രെഡിറ്റ് സൈഡിൽ 3 ഐറ്റം ഉണ്ട്, അത് ഐറ്റത്തിന് 1 മാർക്ക് വീതം. ബാലൻസ് 20,000 1 മാർക്കാണ് കേട്ടോ. അങ്ങനെ 3 മാർക്ക്. 3 + 3 6 മാർക്ക് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അക്കൗണ്ട് ഇക്വേഷൻ ആണ് കേട്ടോ. അക്കൗണ്ട് ഇക്വേഷനിൽ ഫസ്റ്റ് ഐറ്റം ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് ഐറ്റം പക്ഷേ അധികം ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പൊ നോക്കിയേ, ക്യാഷിൽ 80,000 ഉണ്ടെങ്കിൽ 1 മാർക്ക് കൊടുത്തു, 1 മാർക്ക്. ഫർണിച്ചർ 20,000 ഉണ്ടെങ്കിൽ അവിടെ 1 മാർക്ക്. നേരെ ക്യാപിറ്റൽ 1 lakh 1 മാർക്ക് കൊടുത്തു കേട്ടോ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആണത്, ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ട്. അപ്പൊ നോക്കുക 1, 2, 3 കേട്ടോ. ഇനി എല്ലാം ബാലൻസ് നോക്കിയോ കേട്ടോ. ഫസ്റ്റ് ബാലൻസ് 55,000, 20, 25 = 1 lakh കേട്ടോ. അപ്പൊ 1 മാർക്ക്, 4 മാർക്കായില്ലേ. ഇനി നെക്സ്റ്റ് ബാലൻസ് എത്ര വരിക, 55, 20, 5,000,
24,000 കറക്റ്റ് അല്ലേ? 5,000 കേട്ടോ. 5,000 5,000 24,000 കേട്ടോ. 24,000 1,04,000 അവർ ഒരു മാർക്ക് കൊടുത്തു കേട്ടോ. അപ്പൊ 1 2 3 4 5 ഇനി ലാസ്റ്റ് ബാലൻസ് നോക്കി 54,000 20,000 5,000 24,000 ഈക്വൽ ടു 1,03,000 കേട്ടോ. അതിന് ഒരു മാർക്ക് ഉണ്ടോ നോക്കിയോ കേട്ടോ. 80 ഒരു മാർക്ക്, 20 ഒരു മാർക്ക്, 1,00,000 ഒരു മാർക്ക്. പിന്നെ താഴെ വരുന്ന ബാലൻസ് 55,000 20,000 25,000 ഈക്വൽ ടു 1,00,000 ഒരു മാർക്ക്. തൊട്ട് താഴെ കേട്ടോ 55,000 20,000 5,000 24,000 ഈക്വൽ ടു 1,04,000 1 മാർക്ക്. ലാസ്റ്റ് വൺ 54,000 20,000 5,000 24,000 ഈക്വൽ ടു 1,03,000 1 മാർക്ക് കേട്ടോ. അപ്പൊ 1 2 3 4 5 6 മാർക്ക്. ഓക്കെ. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 മാർക്ക്, സെക്കൻഡ് ക്വസ്റ്റ്യൻ 6 മാർക്ക്, തേർഡ് ക്വസ്റ്റ്യൻ 6 മാർക്ക് കേട്ടോ. അങ്ങനെ 15 ആകെ മാർക്ക് എഴുതേണ്ടത്. എത്രയാണെന്ന് കൂട്ടി എഴുതുക, പാരന്റ്സ് സൈൻ ചെയ്യുക, അതിനുശേഷം പേപ്പർ സെൻഡ് ചെയ്യാം. ഓക്കെ, വേഗം പോവുക, തിരിച്ചു വരിക കേട്ടോ.